നന്ദിനി 2-ന്റെ എപ്പിസോഡ് 14ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ പ്രണവ് നീലിയെ കാണാൻ പോവുകയാണ്. പ്രണവിനെ കാണുന്ന നീലി പ്രണവിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന പ്രണവ് നീലിയോട് കാര്യം ചോദിക്കുകയാണ്. നീലിക്ക് പ്രണവിനോട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പ്രണവിനോട് ഓട്ടോബയോഗ്രഫി എഴുതാൻ പറഞ്ഞതെന്നാണ് പ്രണവ് വിചാരിച്ചിരിക്കുന്നത്. പ്രണവിന് ഇപ്പോൾ നീലിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുകയാണ്. നീലിയോട് പ്രണവ് തന്റെ പ്രണയം തുറന്നു പറയുകയാണ്. അത് കേൾക്കുന്ന നീലി പ്രണവിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നീലി പ്രണവിനെ പോലുള്ള ലോ ക്ലാസ് ആളുകളുടെ മുഖത്ത് പോലും നോക്കില്ല എന്നും ഞാൻ നിന്നെ ജനനിക്കെതിരെ വെപ്പണായി യൂസ് ചെയ്യുകയായിരുന്നു. എന്റെ സ്റ്റാറ്റസിന് ചേർന്നത് വീരാട്ടാണ്. വീരാട്ടിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് വിഷമം വരുന്ന പ്രണവ് അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് അഷ്ടവക്ര മുന്നിൽ കളം വരച്ച് പൂജ ചെയ്യുകയാണ്. കളത്തിന്റെ അടുത്തായി പരന്നിരിക്കുകയാണ്. പൂജയുടെ അവസാനം കളം വരച്ചിരിക്കുന്നതിന്റെ അടുത്ത് ഒരു നാഗം വരുന്നു. ആ നാഗത്തിനെ കാണുന്ന അഷ്ടവക്ര പരുന്തിനോട് നിന്റെ ശക്തി എത്രയുണ്ടെന്ന് അറിയാനുള്ള പരീക്ഷണമാണ് ഇതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പരുന്ത് നാഗത്തിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പരുന്തിന്റെയും നാഗത്തിന്റെയും ഫൈറ്റ് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അഷ്ടവക്ര. അവസാനം പരുന്ത് ജയിക്കുന്നു. പരുന്ത് ജയിക്കുന്നത് കാണുന്ന അഷ്ടവക്ര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പരുന്തിനെ കൊണ്ട് അഷ്ടവക്ര എന്തോ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ ഓർമ്മിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അഷ്ടവക്ര. ഈ സമയം ജനനി ഗുരുജി പറഞ്ഞ കാര്യം ആലോചിച്ച് ഇരിക്കുകയാണ്. ജനനിക്ക് മാത്രമേ ദേവസേനയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞത് ഓർമ്മ വരുന്ന ജനനി ആരും കാണാതെ അവിടെ നിന്ന് ശാരദാ ജംഗിളിലേക്ക് പോവുകയാണ്. ശാരദാ ജംഗിളിൽ വരുന്ന ജനനി അവിടെ എല്ലാ സ്ഥലത്തും ചേച്ചിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം ജനനി ചതുപ്പിൽ കിടക്കുന്ന ദേവസേനയെ കാണുകയാണ്. ദേവസേനയെ കാണുന്ന ജനനി ദേവസേനയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു ശക്തിയുള്ളത് കൊണ്ട് ജനനിക്ക് ദേവസേനയുടെ അടുത്തേക്ക് പോകാൻ കഴിയാതെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ജനനി നാഗമായി മാറുന്നു. നാഗമായി മാറുന്ന ജനനി ദേവസേനയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ നാഗമായി മാറുകയും വാലുകൊണ്ട് ദേവസേനയെ ചുറ്റി ചതുപ്പിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തെടുക്കുകയും ചെയ്യുന്നു. ദേവസേന ബോധമില്ലാത്ത അവസ്ഥയിലാണ്. ദേവസേനയെ രക്ഷപ്പെടുത്തിയ ശേഷം നാഗം ചെറുതാവുകയും ദേവസേനയുടെ അടുത്ത് പോയി കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ നാഗം ജനനിയായി മാറുന്നു. കുറച്ചു കഴിയുമ്പോൾ ജനനിക്ക് ബോധം വരികയും ജനനി ദേവസേനയെ വിളിച്ചുണർത്തുകയും ചെയ്യുകയാണ്. ജനനിയെ കാണുന്ന ദേവസേന ജനനിയോട് എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ ശാലിനിയെ കണ്ടു എന്നും ശാലിനിയാണ് ഇവിടെ വരേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന വളരെ ടെൻഷനോടെ ജനനിയോട് ജനനിക്ക് ഈ ജംഗിൾ സേഫ് അല്ല എന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും ഞാൻ ഇവിടേക്ക് വന്ന ജോലി തീർന്നാൽ ഉടൻ തന്നെ ഞാൻ തിരിച്ചു വരുമെന്നും പറയുകയാണ്. ആദ്യം ജനനി അവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമെങ്കിലും ദേവസേന നിർബന്ധിച്ച് ജനനി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. മറുവശത്ത് നീലി ചതിച്ചതിൽ വിഷമിച്ചിരിക്കുകയാണ് പ്രണവ് എഴുതിയ ഓട്ടോബയോഗ്രഫി എല്ലാം കത്തിക്കുകയാണ് പ്രണവ്. അത് കണ്ടുകൊണ്ട് അവിടെ വിലാസിനി വരുന്നു. വിലാസിനി പ്രണവിനോട് കാര്യം ചോദിക്കുകയാണ്. പ്രണവ് വിലാസിനിയോട് വിഷമം കൊണ്ട് ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറയുകയാണ്. അത് കേട്ടിട്ടൊന്നും മനസ്സിലാവാത്ത വിലാസിനി പുരുഷോത്തമനെ വിളിക്കുകയാണ്. അപ്പോൾ അവിടെ പുരുഷോത്തമന്റെ കൂടെ ജനനിയും വരുന്നു. പുരുഷോത്തമൻ പ്രണവിനോട് എന്താണ് പ്രോബ്ലം എന്ന് ചോദിക്കുകയാണ്. പ്രണവ് നീലി ചതിച്ച കാര്യം പറയുകയാണ്. നീലി സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിലെ കുട്ടിയായതുകൊണ്ട് ഇങ്ങനെ ഒന്നും പറയുമെന്ന് വിലാസിനി ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീലിയുടെ കുടുംബവുമായി ഒരു ബന്ധം വേണമെന്ന് വിലാസിനി ആഗ്രഹിച്ചിരുന്നു. ജനനി പ്രണവിനോട് എല്ലാം മറക്കണമെന്ന് പറഞ്ഞ് പ്രണവിനെ സമാധാനിപ്പിക്കുകയാണ്. പുരുഷോത്തമൻ പ്രണവിനോട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെയാണ്, ഇഷ്ടമില്ല എങ്കിൽ തുറന്നു പറയില്ല, അവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് അറിയണ്ട എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ജനനിക്ക് മനസ്സിൽ എന്തോ വിഷമം തോന്നുകയാണ്. മറുവശത്ത് അഷ്ടവക്ര വിഷമിച്ചു പോവുകയാണ്. ജനനിക്കെതിരെയുള്ള അഷ്ടവക്രയുടെ പ്ലാൻ എല്ലാം നടക്കാത്തതിന്റെ കാര്യങ്ങൾ നമ്പൂതിരിയുടെ ആത്മാവിനോട് പറയുകയാണ് അഷ്ടവക്ര. അപ്പോൾ നമ്പൂതിരിയുടെ ആത്മാവ് ശർബയ്ക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാൻ പറയുകയാണ്. ആദ്യമൊക്കെ അഷ്ടവക്ര ശർബയുടെ കാര്യം സീരിയസ് ആക്കുന്നില്ല എങ്കിലും അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി അഷ്ടവക്ര മാന്ത്രിക ശക്തിയിലൂടെ ശർബയുടെ അടുത്തേക്ക് പോയി ശർബയോട് സംസാരിക്കുകയാണ്. തന്റെ ഗുരു ശർബയോട് ഹെൽപ്പ് ചോദിച്ചതിന്റെ സന്തോഷത്തിലാണ് ശർബയോട് ജനനി ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ശർബ സന്തോഷത്തോടെ സമ്മതം അറിയിക്കുകയാണ്. മറുവശത്ത് ഉറങ്ങാൻ കിടക്കുന്ന ജനനി ഉറക്കം വരാതെ എഴുന്നേറ്റിരിക്കുകയാണ്. ജനനിയുടെ മനസ്സിൽ അങ്കിൾ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ജനനിക്ക് വീരാട്ട്
വീരാട്ട് ജനനിയുടെ പുറകെ നടന്നതും ജനനിയോട് വീരാട്ട് പറഞ്ഞ കാര്യങ്ങളും ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന ജനനിക്ക് ഉറക്കം വരാത്തത് കൊണ്ട് ജനനി ടെറസിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ശർബ വരുന്നു. ശർബ ജനനിയുടെ അടുത്ത് പോയി കാര്യം ചോദിക്കുകയാണ്. ആദ്യം ഒന്നും പറയാതെ നിൽക്കുന്ന ജനനി ശർബയുടെ നിർബന്ധത്തിന് വഴങ്ങി ജനനിയുടെ മനസ്സിലുള്ള ടെൻഷൻ പറയുകയാണ്. അത് കേൾക്കുന്ന ശർബ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ടെന്നും ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രോബ്ലവും മാറുമെന്നും പറയുകയാണ്. ശർബയുടെ വാക്കുകൾ വിശ്വസിക്കുന്ന ജനനി ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ജനനി പോകുന്നത് കാണുന്ന ശർബ സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം ശർബ വീരാട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് താൻ ആരാണെന്ന് പറയാതെ വീരാട്ടിനോട് സംസാരിക്കുകയാണ്. ശർബ വീരാട്ടിനോട് മലയുടെ മുകളിലെ ക്ഷേത്രത്തിൽ പോയാൽ വീരാട്ടിന്റെ മനസ്സിന് സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമെന്നും ജനനിയാണ് അവിടേക്ക് വരാൻ പറഞ്ഞതെന്നും ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് വീരാട്ട്. അടുത്ത സീനിൽ ശർബ ജനനിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ജനനി വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞു നിൽക്കുന്നത് കാണുന്ന ശർബ ജനനിയെ പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ജനനിയോട് വീരാട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി മലയുടെ മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നും വീരാട്ടിനെ അറിയാവുന്ന ഒരാളാണ് എന്നെ വിളിച്ച് അറിയിച്ചതെന്നും നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്നും പറഞ്ഞ് ശർബ ജനനിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം അവർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വരികയാണ്. അവിടെ വെച്ച് അവർ മധുവിനെ കാണുന്നു. ജനനിയുടെ മുഖത്തെ വിഷമവും ടെൻഷനും കാണുന്ന മധു ജനനിയോട് കാര്യം ചോദിക്കുമ്പോൾ ജനനി വീരാട്ടിന്റെ കാര്യം പറയുകയാണ്. അത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് മധു. ശർബ ജനനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശർബ ജനനിയെ വിളിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോകുന്നത് കണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് മധു. മറുവശത്ത് അഷ്ടവക്ര മാന്ത്രിക ശക്തിയിലൂടെ ജനനിയെ കാണുകയാണ്. ജനനിയെ കാണുന്ന അഷ്ടവക്ര പരുന്തിനോട് ജനനി ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ പരുന്ത് അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് ഈ സമയം ദേവസേനയെ അന്വേഷിച്ച് പുരുഷോത്തമന്റെ അടുത്ത് ഒരു ഗുരുജി വരുന്നു. ആ ഗുരുജി പുരുഷോത്തമനോട് എല്ലാ മാസവും പൗർണമി ദിവസം പൂജ ചെയ്യാൻ ദേവസേന എന്റെ അടുത്ത് വരുന്നതാണ്. പക്ഷേ ഇന്ന് ദേവസേനയെ കണ്ടില്ല. ഇന്ന് തന്നെ ആരെങ്കിലും ആ പൂജ ചെയ്യണം, ഇല്ലെങ്കിൽ അപകടമാണെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴാണ് ജനനിയുടെ കാര്യം പുരുഷോത്തമന് ഓർമ്മ വരുന്നത്. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് പൂജ ചെയ്തില്ലെങ്കിൽ ജനനി നാഗമായി മാറും. പിന്നെ ജനനിയെ രക്ഷിക്കാൻ കഴിയില്ല. ആശ്രമത്തിലെ ഗുരുജിക്ക് സുഖമില്ലാത്തത് കൊണ്ടും ദേവസേന സ്ഥലത്തില്ലാത്തത് കൊണ്ടും ആരെ കൊണ്ട് പൗർണമി പൂജ ചെയ്യിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പുരുഷോത്തമൻ. ശേഷം പുരുഷോത്തമൻ പൂജാമുറിയിലിരുന്ന് ഒരു വഴി കാണിച്ചു തരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ജനനിയുടെ അടുത്ത് പരുന്ത് വരുന്നു. പരുന്തിനെ കണ്ട് പേടിച്ച് ജനനി ഓടുകയാണ്. ഇതെല്ലാം അഷ്ടവക്ര കാണുന്നുണ്ട്. മറുവശത്ത് വീരാട്ട് വന്ന കാറ് കംപ്ലൈന്റ് ആയതുകൊണ്ട് PAയോട് ഒരു കാറ് പറഞ്ഞു വിടാൻ വീരാട്ട് പറയുകയാണ്. തുടർന്ന് ജനനി പരുന്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ജനനിയുടെ അടുത്ത് ശർബ വരുന്നു. ശർബ ജനനിയോട് പരുന്ത് ഇവിടെ നിന്ന് പോയി, പരുന്തിനെ കണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജനനിയെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം പൂജാമുറിയിൽ ഇരിക്കുന്ന പുരുഷോത്തമന്റെ മനസ്സിൽ വീരാട്ടിന്റെ അച്ഛനായ ചിദംബരത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ്. അപ്പോൾ പുരുഷോത്തമൻ ചിദംബരത്തിനെ കൊണ്ട് പൂജ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ട് ചിദംബരത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. മറുവശത്ത് മധു വീരാട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് മലയുടെ മുകളിലെ ക്ഷേത്രത്തിൽ വെച്ച് ജനനിയെയും ശർബയും കണ്ട കാര്യവും ജനനി വീരാട്ടിനെ കുറിച്ച് പറഞ്ഞ കാര്യവും പറയുകയാണ്. അത് കേട്ട് വീരാട്ടിന് ഡൗട്ട് തോന്നുകയാണ്. വീരാട്ട് മധുവിനോട് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടേക്ക് ഇപ്പോൾ തന്നെ വരാമെന്ന് പറയുകയാണ് വീരാട്ട്. ശേഷം വീരാട്ടിന്റെ അടുത്ത് PA പറഞ്ഞു വിട്ട കാറ് വരികയും വീരാട്ട് കാറിൽ കയറി ക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന വീരാട്ട് ജനനിയെ കാണുകയും ജനനിയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. വീരാട്ട് വരുന്നത് കാണുന്ന ജനനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. വീരാട്ട് ജനനിയുടെ അടുത്ത് വരുമ്പോൾ ജനനിയെ കാണുന്ന വീരാട്ടും സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് ഗുരുജി രാമമൂർത്തിയെ വിളിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പൂജ ചെയ്യണമെന്നും എനിക്ക് ഈ അവസ്ഥയിൽ പൂജ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ചിദംബരത്തിനോട് പൂജ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാനും പറയുകയാണ്. അത് കേൾക്കുന്ന രാമമൂർത്തി ചിദംബരത്തിനെ ഫോണിൽ വിളിച്ച് ഗുരുജി പറഞ്ഞ കാര്യം പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ചിദംബരം പൂജ ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. മറുവശത്ത് വീരാട്ടിനെ കാണുന്ന ജനനി വീരാട്ടിനോട് ഇത്രയും നേരം എവിടെയായിരുന്നു, ഈ ക്ഷേത്രം മുഴുവൻ ഞാൻ നോക്കി, വീരാട്ടിനെ കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് വീരാട്ടും ജനനിയും പരസ്പരം കാണാൻ വേണ്ടി ഇതെല്ലാം ശർബ ചെയ്തതാണെന്നാണ് വീരാട്ട് വിചാരിച്ചിരിക്കുന്നത്. ശർബ ഏതോ ഒരു കള്ളം പറഞ്ഞാണ് ജനനി അവിടെ കൊണ്ടുവന്നതെന്ന് വീരാട്ടിന് മനസ്സിലാവുകയാണ്. തുടർന്ന് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക എന്ന് പറഞ്ഞ് ശർബ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ അവരുടെ അടുത്ത് പരുന്ത് വരുന്നു. പരുന്ത് രണ്ടുപേരെയും മാറി മാറി ഉപദ്രവിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്ന് ശർബ കാണുന്നു. വീരാട്ട് ജനനിയോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ജനനി അവിടെ
നിന്നും ഓടിപ്പോകുന്നു. ശേഷം പരുന്ത് വിരാട്ടിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം ജനനിയുടെ പുറകെ പോവുകയാണ്. പരുന്തിനെ കാണുന്ന ജനനി പേടിച്ച് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുന്നു. ക്ഷേത്രത്തിന്റെ അകത്ത് കയറുന്ന ജനനിയുടെ അടുത്ത് പരുന്ത് വരുന്നു. പരുന്തിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ് ജനനി. പരുന്ത് ജനനിയെ ഉപദ്രവിക്കുകയാണ്. ജനനി അലറി വിളിച്ച് കരയുകയാണ്. ഈ സമയം ജനനി അന്വേഷിച്ച് നടക്കുന്ന വിരാട്ട് ഷർബയെ കാണുന്നു. ഷർബയോട് വിരാട്ട് ജനനിയുടെ കാര്യം പറയുകയാണ്. എന്നിട്ട് രണ്ടുപേര് രണ്ടു വഴിക്കായി ജനനിയെ അന്വേഷിച്ച് നടക്കുകയാണ്. മറുവശത്ത് ചിദംബരം പൂജ ചെയ്യുന്ന സ്ഥലത്ത് പുരുഷോത്തമൻ വരുന്നു. പുരുഷോത്തമൻ ചിദംബരത്തിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് ചിദംബരം ഈ ക്ഷേത്രത്തിൽ വന്ന കാര്യം അറിഞ്ഞത്. എനിക്കൊരു പൂജയുടെ കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ചിദംബരം ആശ്രമത്തിൽ നിന്ന് ഗുരുജി പറഞ്ഞിട്ട് രാമമൂർത്തി വിളിച്ചിരുന്നു എന്ന കാര്യം പറയുകയാണ്. ശേഷം അവർ രണ്ടുപേരും പൂജ ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ സമയം ക്ഷേത്രത്തിന്റെ അകത്ത് വെച്ച് പേടിച്ച ജനനി നാഗമായി മാറുകയും നാഗവും പരുന്തും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. പരുന്ത് തോൽവി സമ്മതിക്കാതെ വാശിയോടെ നാഗത്തിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇതെല്ലാം അഷ്ടവക്ര കാണുന്നുണ്ട്. അവസാനം നാഗം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയം തന്നെ അവിടെ പൂജ കംപ്ലീറ്റ് ആവുകയും പുറകെ വരുന്ന പരുന്തിന് ക്ഷേത്രത്തിന്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഒരു മാന്ത്രിക വലയം അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. പരുന്തിന് ക്ഷേത്രത്തിന്റെ അകത്ത് കയറാൻ കഴിയാതെ നിൽക്കുന്നത് കാണുന്ന അഷ്ടവക്ര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം നാഗമായ ജനനി യഥാർത്ഥ രൂപത്തിലാവുകയാണ്. ജനനി ബോധമില്ലാതെ കിടക്കുകയാണ്. ദേഷ്യം വരുന്ന അഷ്ടവക്ര പരുന്തിനോട് നമ്മുടെ വഴിയിൽ തടസ്സമായി വന്നതൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന പരുന്ത് വിരാട്ടിന്റെ അടുത്തേക്ക് പോവുകയും വിരാട്ടിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. വിരാട്ട് പരുന്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ സമയം കണ്ണു തുറക്കുന്ന ജനനി വിരാട്ടിനെ അന്വേഷിച്ച് അവിടെ നിന്നും പോവുകയാണ്. മറുവശത്ത് ചിദംബരം പുരുഷോത്തമനോട് ഇനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പൂജ തീർന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ പുരുഷോത്തമൻ അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് വിരാട്ടിനെ അറ്റാക്ക് ചെയ്യുന്ന പരുന്ത് വിരാട്ടിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. ഇതെല്ലാം അഷ്ടവക്ര മാന്ത്രിക ശക്തിയിലൂടെ കാണുകയാണ്. വിരാട്ടിനെ എടുത്തുകൊണ്ട് പരുന്ത് പോകുന്നത് ആ സമയം അവിടെ വരുന്ന ജനനിയും കാണുന്നു. ജനനി അത് കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ജനനിയുടെ അടുത്ത് ശർബ വരുന്നു. വിരാട്ടിനെ കാണുന്ന ജനനി പൊട്ടി പൊട്ടി കരയുകയാണ്. ജനനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിരാട്ട് പോകുന്നത് നോക്കി നിന്ന് കരയുകയാണ്. ശർബ ജനനിയെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം കരയുന്ന ജനനിയെ ശർബ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ജനനിയുടെ റൂമിൽ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്യുകയാണ്. വിരാട്ടിനെ കുറിച്ച് ഓർമ്മിച്ച് കരയുകയാണ് ജനനി. പരുന്ത് ജനനിയെ ഉപദ്രവിക്കാൻ വന്നതാണെന്നും ജനനിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് വിരാട്ടിന് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇത്രയും വലിയൊരു പരുന്ത് എവിടെ നിന്നാണ് വന്നത്? കീരിയും പരുന്തും നാഗത്തിന്റെ ശത്രുവല്ലേ? ഇവർ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? വിരാട്ടിനെ പരുന്ത് എവിടെയായിരിക്കും കൊണ്ടുപോയത്? വിരാട്ടിനെ പരുന്ത് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ജനനി. അതെല്ലാം കേൾക്കുന്ന ശർബ ഈ കാര്യം നമുക്ക് ആരോടും പറയാൻ കഴിയില്ല, ആരും വിശ്വസിക്കുകയില്ല, കേൾക്കുന്നവർ ജനനിയെ കുറ്റപ്പെടുത്തും, എങ്ങനെയെങ്കിലും വിരാട്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ശർബ അവിടെ നിന്നും പോവുകയാണ്. അവരുടെ പ്ലാൻ സക്സസ് ആയതിന്റെ സന്തോഷത്തിലാണ് ശർബ. അഷ്ടവക്ര പറഞ്ഞ കാര്യം ചെയ്തു തീർത്തു എന്ന അഭിമാനത്തോടു കൂടിയാണ് ശർബ അവിടെ നിന്നും പോകുന്നത്. കുറച്ചു കഴിയുമ്പോൾ ദേവസേന വരികയാണ്. ദേവസേനയെ കാണുന്ന അങ്കിള് ദേവസേനയോട് ഒരു വാക്കുപോലും പറയാതെ എവിടേക്കാണ് നീ പോയത്? വരാൻ താമസിച്ചാൽ ഒരു മെസ്സേജ് ഇടാൻ പോലും അറിയില്ലേ? ഞങ്ങൾ ഇവിടെ എത്ര ടെൻഷൻ അടിച്ചാണ് ഇരുന്നതെന്ന് നിനക്കറിയാമോ? ഇപ്പോൾ ജനനിയെ ഇവിടെ കാണുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ദേവസേന ഒരു അത്യാവശ്യ കാര്യമായി പെട്ടെന്ന് എനിക്ക് പോകണമായിരുന്നു, ഇതിനിടയിൽ എനിക്ക് മെസ്സേജ് ഇടാൻ കഴിഞ്ഞില്ല, ഇനി ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോവില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന വിലാസിനെ ദേവസേന തിരിച്ചു വന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കാൻ പറയുകയാണ്. ഞാൻ പൗർണമി ആയതുകൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് ദേവസേന പറയുന്നത് കേൾക്കുന്ന അങ്കിള് ദേവസേനയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. അതെല്ലാം കാണുന്ന വിലാസിനിക്ക് ഡൗട്ട് തോന്നുകയാണ്. ശേഷം റൂമിൽ പോകുന്ന അങ്കിള് ദേവസേനയോട് പൂജ നടത്തിയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കേൾക്കുന്ന ദേവസേന സമാധാനത്തോടെ ഇരിക്കുകയാണ്. മറുവശത്ത് വിരാട്ട് വീട്ടിൽ വരാത്തത് കൊണ്ട് രാജേശ്വരി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നീലി രാജേശ്വരിയോട് ജനനിയാണ് ഇതിനെല്ലാം കാരണമെന്നും ജനനിയായിരിക്കും വിരാട്ടിനെ വിളിച്ചുകൊണ്ട് പോയതെന്നും വിരാട്ട് പണക്കാരനായത് കൊണ്ടാണ് ജനനി വിരാട്ടിന്റെ പുറകെ നടക്കുന്നതെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന രാജേശ്വരി, ഈ റോയൽ രാജേശ്വരിയെ തോൽപ്പിക്കാൻ ആരും നോക്കണ്ട, വിരാട്ടിനെ ഇവിടെ വരുത്തേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം, എന്റെ സ്റ്റാറ്റസ് പോകുന്ന ഒരു കാര്യവും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്
പറയുകയാണ് രാജേശ്വരി. ഈ സമയം ജനനിയുടെ റൂമിൽ വരുന്ന ദേവസേന ജനനി ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് ജനനിയെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് പതുക്കെ അവിടെ നിന്നും പോവുകയാണ്. റൂമിന്റെ പുറത്ത് വരുന്ന ദേവസേന അങ്കിളിനോട് ജനനി റൂമിൽ കിടന്ന് ഉറങ്ങുകയാണെന്നും ഇപ്പോൾ ശല്യം ചെയ്യണ്ട എന്നും പറയുകയാണ്. അടുത്ത സീനിൽ രാജേശ്വരി ജനനിയെ കാണാൻ ജനനിയുടെ വീട്ടിലേക്ക് വരികയാണ്. പുരുഷോത്തമനെയും വിലാസിനെയും കാണുന്ന രാജേശ്വരി ജനനിയെ വിളിക്കാൻ പറയുകയാണ്. പുരുഷോത്തമൻ ജനനിയെ വിളിക്കുകയാണ്. അങ്കിള് വിളിക്കുന്നത് കേൾക്കുന്ന ജനനി അവിടേക്ക് വരികയാണ്. ജനനിയെ കാണുന്ന രാജേശ്വരി ജനനിയോട് വീരാട്ട് എവിടെയെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ജനനി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. നടന്ന സംഭവം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അവരെ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ എന്റെ കയ്യിൽ അതിനുള്ള തെളിവുമില്ല എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് ജനനി. പുരുഷോത്തമൻ ജനനി ഒരിക്കലും വീരാട്ടിനെ കാണില്ല, ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവരുമായി ജനനിക്ക് ഒരു ബന്ധവുമില്ല എന്നൊക്കെ ജനനിയുടെ മേൽ വിശ്വാസത്തോടെ പുരുഷോത്തമൻ പറയുകയാണ്. അത് കേൾക്കുന്ന രാജേശ്വരി ജനനിയെ കാണാൻ വേണ്ടിയാണ് വീരാട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നും ജനനി പല പ്രാവശ്യം പല സ്ഥലത്തും വെച്ച് വീരാട്ടിനെ കണ്ടിട്ടുണ്ടെന്നും പറയുകയാണ്. ജനനി പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് പുരുഷോത്തമൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ ആരും രാജേശ്വരി പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രാജേശ്വരി ജനനിയോട് ചോദിക്കുകയാണ്. നീ വീരാട്ടിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ജനനി ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുന്ന പുരുഷോത്തമൻ വിഷമിച്ച് നിൽക്കുകയാണ്. ഇന്ന് വീരാട്ട് തിരിച്ചു വന്നില്ല എങ്കിൽ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരുമെന്ന് പറയുകയാണ് രാജേശ്വരി. അത് കേട്ട് അവിടെ ദേവസേന വരുന്നു. ദേവസേന ജനനിയോട് വീരാട്ട് എവിടെയാണ് പോയതെന്ന് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാനും, നീ ഒന്നും മിണ്ടാതിരുന്നാൽ നമ്മുടെ അങ്കിളിന്റെ അഭിമാനമാണ് നഷ്ടപ്പെടുന്നതെന്നും നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയാനും പറയുകയാണ്. ഇവരെല്ലാം സംസാരിക്കുന്നത് കേട്ട് അവിടെ അടുത്തായി മറഞ്ഞു നിൽക്കുകയാണ് ശർബ. ഒന്നും പറയാൻ കഴിയാതെ വിഷമിച്ച് കരയുകയാണ് ജനനി. ഇന്ന് രാത്രിക്കകത്ത് വീരാട്ട് തിരിച്ചു വന്നില്ല എങ്കിൽ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാജേശ്വരി അവിടെ നിന്ന് പോവുകയാണ്. ജനനി കാരണം അവരുടെ അഭിമാനം നഷ്ടപ്പെടുമെന്നും ഇതുവരെയും അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല എന്നും നിങ്ങൾ രണ്ടുപേരും നമ്മുടെ കുടുംബത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ട് വിഷമം വരുന്ന പുരുഷോത്തമൻ അവിടെ നിന്നും പോവുകയാണ്. ജനനി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ശർബ സന്തോഷത്തോടെ നിൽക്കുന്നു. ജനനി വീരാട്ടിന്റെ കാര്യം ആരോടും പറയില്ല എന്ന് ശർബയ്ക്ക് അറിയാം. വീരാട്ടിനെ അന്വേഷിച്ച് ജനനി അവിടെ നിന്നും പോകണം, അതാണ് അവരുടെ ലക്ഷ്യം. പുരുഷോത്തമന്റെ മനസ്സ് വിഷമിക്കാൻ കാരണം നീയാണ്. നിന്നെ ആശ്രമത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന അയാൾക്ക് ഇത് തന്നെ വേണമെന്ന് വിലാസിനി പറയുന്നതൊക്കെ കേട്ട് വിഷമം വരുന്ന ജനനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പുറകെ ദേവസേനയും പോകുന്നു. ശേഷം ജനനിയുടെ അടുത്ത് പോകുന്ന ദേവസേന ജനനിയെ സമാധാനിപ്പിക്കുകയാണ്. നമ്മളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എപ്പോഴും അങ്കിള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പറയുകയാണ് ദേവസേന. അത് കേൾക്കുന്ന ജനനി, ഞാൻ എന്ത് പറഞ്ഞാലും ആ കാര്യം ആരും വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തതെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ദേവസേന, നീ എന്തിനെ കുറിച്ച് പറഞ്ഞാലും ഞാനും അങ്കിളും ആ കാര്യം വിശ്വസിക്കുമെന്ന് പറയുകയാണ് ദേവസേന. അത് കേൾക്കുന്ന ജനനി മലയുടെ മുകളിൽ പോയത് മുതൽ വീരാട്ടിനെ പരുന്ത് കൊണ്ടുപോയത് വരെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ദേവസേനയ്ക്ക് പരുന്ത് ജനനിയെ ഉപദ്രവിക്കാൻ വന്നതാണെന്നും ജനനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നും മനസ്സിലാവുകയാണ്. മറുവശത്ത് അഷ്ടവക്ര പോകുന്ന വഴി ഒരു വലിയ കിണർ കാണുകയാണ്. ആ കിണർ കാണുന്ന അഷ്ടവക്ര ആ കിണറ്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ കിണർ അനങ്ങുകയും അതൊരു നാഗമായി മാറുകയും ചെയ്യുകയാണ്. അഷ്ടവക്ര ആ നാഗത്തിനോട് കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ആ നാഗം അഷ്ടവക്രയോട് ഈ ലോകത്തുള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരവും എല്ലാ രഹസ്യവും ഈ കിണറ്റിന്റെ അകത്തുണ്ട്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് ഈ കിണറ്റിനോട് ചോദിക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന അഷ്ടവക്ര കാലചക്രം എവിടെയാണുള്ളതെന്ന് അറിയണമെന്ന് പറയുകയാണ്. കാലചക്രം എവിടെയാണുള്ളതെന്ന് ഞാൻ പറയാം, പക്ഷെ അതിന് എനിക്ക് നിന്റെ പകുതി ശക്തി തരണമെന്ന് നാഗം പറയുകയാണ്. ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് അഷ്ടവക്ര തന്റെ പകുതി ശക്തി എടുത്ത് ആ കിണറ്റിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആ നാഗം കാലചക്രം എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാര്യം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഷ്ടവക്ര. അത് കാണുന്ന ആ നാഗം അഷ്ടവക്രയോട്, വെറുതെ പോയാൽ കാലചക്രം എടുക്കാൻ കഴിയില്ല, കാലചക്രം എടുക്കണമെങ്കിൽ അതിനൊരു വാൾ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ, ആ വാൾ ഞാൻ തരാം, പക്ഷെ എനിക്ക് നീ എന്ത് തരുമെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അഷ്ടവക്ര, എനിക്ക് ആ വാൾ വേണം, പക്ഷെ പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുകയാണ്. നിന്റെ പുറകിൽ ഇരിക്കുന്ന നിന്റെ അച്ഛനെ തന്നാൽ വാൾ തരാമെന്ന് നാഗം പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അഷ്ടവക്ര. അത് കേൾക്കുന്ന നമ്പൂതിരിയുടെ ആത്മാവ് അഷ്ടവക്രയോട്, ഇത് ചതിയാണ്, നീ ഇതിന് സമ്മതിക്കരുത്, കാലചക്രം എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയാം, കാലചക്രം ഞാൻ നിനക്ക് എടുത്തു തരാം എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന അഷ്ടവക്ര, മരിച്ച അച്ഛന് ഇത്രയും പേടി എന്തിനാണ്, ആത്മാവായിട്ടും അച്ഛന് ജീവിക്കാൻ തോന്നുന്നത് അത്യാഗ്രഹമാണ്, ഞാൻ ജീവനുള്ള മനുഷ്യനാണ്, എനിക്ക് അത്യാഗ്രഹം ഉള്ളത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഷ്ടവക്ര ആത്മാവിനെ കിണറ്റിലേക്ക് എറിയുകയാണ്.
അപ്പോൾ അഷ്ടവക്രയ്ക്ക് വാൾ കിട്ടുന്നു. വാൾ കിട്ടുന്ന അഷ്ടവക്ര സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം കാട്ടിന്റെ അകത്തുള്ള അമ്മന്റെ കണ്ണു തുറക്കുകയാണ്. ഈ സമയം ജനനി വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന ദേവസേന വീരാട്ടിന്റെ പ്രശ്നം ആശ്രമത്തിൽ പോയി ഗുരുജിയോട് പറയാം. ഗുരുജിക്ക് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പറഞ്ഞു തരാൻ കഴിയുമെന്ന് പറയുന്നത് കേൾക്കുന്ന ജനനി ആശ്രമത്തിലേക്ക് ഇപ്പോൾ തന്നെ പോകാം, ഇന്ന് തന്നെ വീരാട്ടിനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ രാജേശ്വരി പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ദേവസേന ജനനിയെ വിളിച്ചുകൊണ്ട് ആരും കാണാതെ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും വീട്ടിന്റെ പുറത്തേക്ക് പോകുന്നത് അവിടെ മറഞ്ഞു നിന്ന് ശർബ കാണുകയാണ്. അവരുടെ പ്ലാൻ സക്സസ് ആയ സന്തോഷത്തിൽ നിൽക്കുകയാണ് ശർബ. ഈ സമയം ഗുരുജി രാമമൂർത്തിയോട് കാലചക്രത്തിന് ആപത്ത് സംഭവിക്കാൻ പോവുകയാണ്. ആ കാര്യം ധ്യാനത്തിലിരുന്നപ്പോൾ ഞാൻ കണ്ടു. എത്രയും പെട്ടെന്ന് ജനനിയെ വിളിച്ചുകൊണ്ട് കാട്ടിലെ അമ്മന്റെ അടുത്തേക്ക് പോകണം, ജനനി തന്നെ പൂജ ചെയ്യണമെന്ന് പറയുകയാണ്. ശേഷം ഗുരുജി പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. നന്ദിനിയുടെ കയ്യിൽ കാലചക്രം കിട്ടിയതും നന്ദിനി ആ കാലചക്രങ്ങൾ അമ്മന് സമർപ്പിച്ചതും എല്ലാവരുടെ മുന്നിൽ വച്ച് അമ്മൻ അത് സ്വീകരിച്ചതും എല്ലാം ഓർമ്മിക്കുകയാണ്. തുടർന്ന് ഗുരുജിയും രാമമൂർത്തിയും ജനനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ജനനിയെ ഗുരുജിക്ക് കണ്ടെത്താൻ കഴിയുമോ? അഷ്ടവക്രയ്ക്ക് കാലചക്രത്തിന്റെ അടുത്തെത്താൻ കഴിയുമോ? ജനനിക്ക് വീരാട്ടിനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്